ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഊണൊക്കെ കഴിച്ച എല്ലാവരും കഴിച്ചില്ലേ? കഴിച്ചല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയുണ്ട് മഴയൊക്കെ? എങ്ങനെയുണ്ട് അവിടെ? എങ്ങനെയുണ്ട് മഴ? മഴയുണ്ട് മാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് IMM അല്ലെ, എന്താണെന്ന് നമുക്ക് പഠിച്ചിരുന്നു. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെ, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലൊന്നായിരുന്നത് വാല്യൂ അനാലിസിസ് അല്ലെ, മൂല്യവിശകലനം. ഓക്കെ, അപ്പൊ വാല്യൂ അനാലിസിസ് എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് അല്ലെ, പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. പിന്നെ ഈ വാല്യൂ അനാലിസിസ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, പർപ്പസ് എന്താണ് അല്ലെ, പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. അതായത് വാല്യൂ അനാലിസിസ് കൊണ്ടുള്ള പർപ്പസ്, ഉദ്ദേശം എന്താണ്. പിന്നെ നമ്മൾ കണ്ടത് പർച്ചേസിംഗ് ആണ് അല്ലെ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്ന പ്രോസസ്സ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള് അല്ലെ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സുകളാണ് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ 3 പോയിന്റുകളായിട്ടാണ് ഇത് പറഞ്ഞത്. ഒന്നുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സാറ്റിസ്ഫൈ ദ 6 hours ഓഫ് പർച്ചേസിംഗ് അല്ലെ. അതായത് പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട 6 hours സാറ്റിസ്ഫൈ ചെയ്യുക. ആ 6 hours എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. റൈറ്റ് ടു ക്വാളിറ്റി, അതുപോലെ തന്നെ എന്താണ് അല്ലെ, റൈറ്റ് ടു ക്വാളിറ്റി, റൈറ്റ് ടു ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈസ്, റൈറ്റ് ടു വെൻഡർ അല്ലെ, അതുപോലെ റൈറ്റ് ടു ടൈം ആൻഡ് റൈറ്റ് ടു പ്ലേസ്. അതാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അല്ലെ. അത് സാറ്റിസ്ഫൈ ചെയ്യാം. പിന്നെന്തായിരുന്നു? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് അല്ലെ. മെറ്റീരിയൽസുകളുടെ ലഭ്യത, ഒരു കോൺസ്റ്റന്റ് ഫ്ലോ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, അതിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇത്രയുമാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ വായിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ മറന്നു പോകും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് 3 types ഓഫ് പർച്ചേസിംഗ് ഹോസ്പിറ്റൽസ് കേട്ടോ. അതായത് നമ്മൾ ഹോസ്പിറ്റലിലുള്ള പ്രധാനപ്പെട്ട 3 ടൈപ്പ് ഓഫ് പർച്ചേസുകൾ ഏതൊക്കെയാണ് അല്ലെ. നമ്മൾ പർച്ചേസിംഗ് പ്രോസസ് ആണ് പഠിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് പർച്ചേസസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് പർച്ചേസസ്? ഒന്ന് നമുക്ക് ജസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് വൺ ലോക്കൽ പർച്ചേസ്. നമുക്ക് എന്താണ്? ലോക്കൽ പർച്ചേസ്. രണ്ടാമത്തത് എന്താണ്? പർച്ചേസ് ഫ്രം ദ സപ്ലയർ അല്ലെ, പർച്ചേസ് ഫ്രം ദ സപ്ലയർ. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഇമ്പോർട്ട് പർച്ചേസ്. എന്താണ്? ഇമ്പോർട്ട് പർച്ചേസ്. അങ്ങനെ 3 ടൈപ്പ് പർച്ചേസുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ്. ഒന്ന് ലോക്കൽ പർച്ചേസ്, രണ്ടാമത്തത് പർച്ചേസ് ഫ്രം ദ സപ്ലയർ, മൂന്നാമത്തത് ഇമ്പോർട്ട് പർച്ചേസ്. ഇനി ഇവ ഓരോന്നും എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് റാദർ ദാൻ ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്. അതായത് നമ്മൾ പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങള്, സേവനങ്ങള് കൂടുതൽ വാങ്ങുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. അതാണ് എന്ത്? ലോക്കൽ പർച്ചേസിംഗ്.
ലോക്കലായിട്ട്, അതായത് നമ്മൾ പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അത് നമ്മൾ വാങ്ങുന്നതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാം. അതാണ് എന്ത് ലോക്കൽ പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരുപാട് ഡിസ്റ്റന്റ് ആയിട്ടുള്ള സപ്ലൈസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിന് പകരം നമ്മുടെ ലോക്കലി ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കലി ഉള്ള സപ്ലൈസിന്റെ കയ്യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, സാധനങ്ങൾ സേവനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എളുപ്പമാണത്. രണ്ടാമത്തെ എന്താണ്, പർച്ചേസ് ഫ്രം ദ സപ്ലയർ. അല്ലെ, സപ്ലയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, അവിടെ നോക്കാം. when the purchase order is required by your supplier, it forms a valid agreement between you means the customer, and your supplier to distribute the products or provide a service on time and at a price agreed. പ്രൈസിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ തിരുത്തണം കേട്ടോ. ഈ പ്രൈസിന്റെ അർത്ഥം സമ്മാനം എന്നാണ്. PRICE പ്രൈസ് എന്നാണ് കേട്ടോ. ഓക്കെ, തിരുത്തിട്ടുണ്ടോ? ടെക്സ്റ്റിൽ ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ പറയാമോ? അല്ല, ഓ അത് ശരി. ഓക്കെ ഓക്കെ, അപ്പൊ സെഡ് ഒന്ന് വെട്ടിയിട്ട് സി നോക്കാം കേട്ടോ, തിരുത്തി. ഓക്കെ, പ്രൈസ് കേട്ടോ, വില, എമൗണ്ട് ഓഫ് മണി അതാണ് കേട്ടോ. ഓക്കെ, ഓൺ ടൈം ആൻഡ് അറ്റ് എ പ്രൈസ് agreed. When you accept the invoice from your supplier, you can go together with it to the orders and post it to your accounts. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ പറയുന്നത് ഒരു സപ്ലയറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോസസ് ആണ് ആ ഒരു പാരഗ്രാഫിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പർച്ചേസ് ഫ്രം സപ്ലയർ, അതായത് ഒരു സപ്ലയറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ആദ്യം എന്താണ്, when the purchase order is required by your supplier, നമ്മൾ സപ്ലയറുമായിട്ട് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും മെറ്റീരിയൽസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സപ്ലയറിന്റെ അടുത്ത് നമ്മളൊരു പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു പർച്ചേസ് ഓർഡർ സപ്ലയറുമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെന്റിലോട്ടാണ് നയിക്കുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഫോംസ് എ വാലിഡ് എഗ്രിമെന്റ്. നമ്മളൊരു പർച്ചേസ് സപ്ലയറിന് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാലിഡ് എഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടത്. ആര് തമ്മില്? അതായത് നമ്മളാണ് കസ്റ്റമർ, നമ്മളാണ് ബയർ, നമ്മളും ആ ഒരു സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. എന്താണ് ആ വാലിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടു ഡിസ്ട്രിബ്യൂട്ട് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡ് എ സർവീസ് ഓൺ ടൈം ആൻഡ് അറ്റ് എ പ്രൈസ് അഗ്രീഡ്. അതായത് നമ്മുടെ ഈ പറയുന്ന സപ്ലയർ അവര് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് അതും ഒരു ഓൺ പ്രൈസ് നമ്മൾ പറഞ്ഞുറപ്പിച്ച വിലയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു വാലിഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ നമ്മളൊരു സപ്ലയറിന്റെ അടുത്തൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ സപ്ലയർക്കും കസ്റ്റമറായ നമുക്കും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. ആ എഗ്രിമെന്റ് എന്ത് എഗ്രിമെന്റ് ആണത്? അതായത് ആ ഒരു സപ്ലയർ നമ്മൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസുകൾ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞുറപ്പിച്ച വിലയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാം എന്നുള്ള ഒരു വാലിഡ് എഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. When the purchase order is required by your supplier, it forms a valid agreement between you, who means customer, നമ്മളാണത് അല്ലെ, നമ്മളാണ് കസ്റ്റമർ എന്ന് വിചാരിക്കാം, നമ്മളാണ് ബയർ. ഓക്കെ, and your supplier to distribute the product or provide a service on time at a price agreed. Then അടുത്തത് എന്താണ്, when you accept the invoice from your supplier. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ലാണ് കേട്ടോ. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ലാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലാണ് കേട്ടോ. അതായത് നമ്മുടെ ആ സപ്ലയറിന്റെ ഡീറ്റെയിൽസും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസുകളും അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതിന്റെ എന്താ പറയാ വില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് ആണ് കേട്ടോ മിസ്സാണ്. അപ്പം അത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ when you accept the invoice from your supplier, നമ്മൾ ആ സപ്ലയറിൽ നിന്ന് അതിന് ശേഷം നമ്മൾ ഇൻവോയ്സ് ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് അല്ലെ. ബില്ല് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? യു ക്യാൻ ഗോ ടുഗെദർ വിത്ത് ദ ഓർഡേഴ്സ്. അതിനുശേഷം മാച്ചിങ് ദ ഇൻവോയ്സ് വിത്ത് ആക്ച്വൽ പർച്ചേസ് ഓർഡർ. നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻവോയ്സ്, ആ ബില്ലിനെ നമുക്ക് ഒത്തു നോക്കാം.
ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ നിന്നും സപ്ലൈറിന്റെ ഇൻവോയ്സ് ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറുമായിട്ട് അത് ഒത്തു നോക്കുന്നു. ഓക്കെ, നമ്മുടെ ആ ഇൻവോയ്സ് ബില്ലുണ്ടല്ലോ അത് നമ്മൾ കൊടുത്ത പർച്ചേസ് ഓർഡറുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ പറഞ്ഞ പ്രകാരം ഉള്ള നമ്മൾ ഓർഡർ കൊടുത്ത മെറ്റീരിയൽസ് തന്നെയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അതിനുശേഷം പോസ്റ്റ് ടു യുവർ അക്കൗണ്ട്സ്, അതിനുശേഷം നമ്മൾ അതിന്റെ പേയ്മെന്റ് കൊടുക്കുകയാണ്. അതായത് പ്രോസസ് ഓഫ് പേയ്മെന്റ് ത്രൂ ദ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞ എന്താണ്, നമ്മളൊരു സപ്ലയറിൽ നിന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോസസ് ആണ് അവിടെ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. അതായത് നമ്മൾ ഒരു സപ്ലയറുമായിട്ട് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ ആ സപ്ലയർക്കും നമുക്കും ഇടയിൽ ഒരു വാലിഡ് എഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടാണ്. എന്തിനുള്ള എഗ്രിമെന്റ് ആണ്, ആ സപ്ലയർ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽസ് കൃത്യമായ സമയത്ത് നമ്മൾ പറഞ്ഞുറപ്പിച്ച രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു വാലിഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുക. അതിനുശേഷം നമ്മൾ സപ്ലയറിൽ നിന്നും ആ ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മാച്ചിങ് ദ ഇൻവോയ്സ്, ദാറ്റ് മീൻസ് ബില്ല് വിത്ത് ദ പർച്ചേസിംഗ് ഓർഡർ, നമ്മൾ കൊടുത്ത പർച്ചേസിംഗ് ഓർഡറുമായിട്ട് നമ്മൾ ആ ബില്ല് ഒത്തു നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിന് പേയ്മെന്റ് കൊടുക്കുകയാണ്. പ്രോസസ് ഓഫ് പേയ്മെന്റ് ത്രൂ ദ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് മുഖേന നമ്മൾ ആ മെറ്റീരിയൽസിന്റെ പേയ്മെന്റ് സപ്ലയർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്, മനസ്സിലായില്ലേ? മൂന്നാമത്തതാണ് ഇമ്പോർട്ട് പർച്ചേസ്. ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഇറക്കുമതി ചെയ്യാം അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. നമ്മളൊരു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് പർച്ചേസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഓഫ് പർച്ചേസ് കേട്ടോ. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം ദ സപ്ലയർ ആൻഡ് ഇമ്പോർട്ട് പർച്ചേസ്. ഇനി നോക്കാം കേട്ടോ, നെക്സ്റ്റ് നോക്കാം. ഇൻ പർച്ചേസിംഗ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ദ റെക്കഗ്നിഷൻ ഓഫ് ദ നീഡ് ഫോർ എ മെറ്റീരിയൽ ഓർ എ പ്രോഡക്റ്റ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് പർച്ചേസിംഗ് പ്രോസസ് ആണ്. പർച്ചേസിംഗ് പ്രോസസ് ആണ്. അപ്പൊ ഒരു പർച്ചേസിംഗ് പ്രോസസ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ദ റെക്കഗ്നിഷൻ. ഇറ്റ് ഈസ് ദ റെക്കഗ്നിഷൻ ഓഫ് ദ നീഡ് ഫോർ എ മെറ്റീരിയൽ ഓർ എ പ്രോഡക്റ്റ്. അതായത് നമുക്ക് ഏത് മെറ്റീരിയലും ഏത് പ്രോഡക്റ്റ് ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ തിരിച്ചറിയുക. അതാണ് പർച്ചേസിംഗിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെ. നമുക്ക് എന്ത് മെറ്റീരിയൽ ആണ് ആവശ്യം, നമുക്ക് മീൻസ് നമ്മുടെ ഹോസ്പിറ്റലിന് ഏത് മെറ്റീരിയൽ ആണ് ആവശ്യമായിട്ടുള്ളത്, ആ മെറ്റീരിയൽ ആ ഒരു പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക അല്ലെ. അതാണ് പർച്ചേസിംഗ് പ്രോസസ്സിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ റെക്കഗ്നിഷൻ ഓഫ് ദ നീഡ് ഓഫ് എ മെറ്റീരിയൽ, ഓക്കെ, ഓർ എ പ്രോഡക്റ്റ്. നമുക്ക് ഏത് പ്രോഡക്റ്റിന് ഏത് മെറ്റീരിയൽ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഏതാണെന്ന് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സെക്കൻഡ് എന്താണ്? രണ്ടാമത്തെ എന്താണ്? വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ആണ്. വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിൽപ്പനക്കാരൻ അല്ലെ, സപ്ലയർ ആണ് അല്ലെ. അത് തന്നെയാണ് നമ്മുടെ സോഴ്സ്. നമ്മുടെ മെറ്റീരിയൽ എവിടെ നിന്നാണോ വാങ്ങുന്നത്, ആദ്യം നിന്നാണോ വാങ്ങുന്നത്, അവരാണ് നമ്മുടെ സോഴ്സ് അല്ലെ. അപ്പൊ എന്താണ്? വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോ നമുക്കറിയാം ഒരു മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സപ്ലൈസ് ഉണ്ടായിരിക്കും, ഒരുപാട് വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് വേണം, അവർ തന്നെയാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ആ മെറ്റീരിയൽ ആരിൽ നിന്നാണോ വാങ്ങുന്നത് അവരുടെ നമ്മുടെ സോഴ്സ്, ദാറ്റ് മീൻസ് വെൻഡേഴ്സ് ആണ്, സപ്ലയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് വാങ്ങണമെങ്കിൽ ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് വെൻഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെൻഡറിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. ഒരു മെറ്റീരിയൽ നമുക്ക് തരുന്ന ഒരു പറയുന്ന ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്ന ഇഷ്ടം പോലെ സപ്ലയർമാരുണ്ടായിരിക്കും അല്ലെ, കമ്പനികളൊക്കെ ഉണ്ടായിരിക്കും, സോഴ്സസുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമുക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വെൻഡറിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രോസസ് കേട്ടോ, വെൻഡർ സെലക്ഷൻ അഥവാ സോഴ്സ് സെലക്ഷൻ എന്നാണ് പറയുക. അതില് 4 സ്റ്റേജുകളുണ്ട്. അതായത് ഒരു വെൻഡർ സെലക്ഷനില് പ്രധാനമായിട്ടും അതിനകത്ത് 4 സ്റ്റേജുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് 4 സ്റ്റേജുകൾ? ഫസ്റ്റ് വൺ സർവേ സ്റ്റേജ്. ഇതാണ് സർവേ സ്റ്റേജ് കേട്ടോ. സെക്കൻഡ് വൺ എൻക്വയറി സ്റ്റേജ്.
എന്താണ് എൻക്വയറി സ്റ്റേജ്. തേർഡ് വൺ നെഗോഷിയേഷൻ സ്റ്റേജ്. ആൻഡ് ഫോർത്ത് വൺ എക്സ്പീരിയൻസ് സ്റ്റേജ്. ഓക്കെ, ക്ലിയർ ആയോ? 4 സ്റ്റേജുകൾ ഏതൊക്കെയാണ്? 1 സർവേ സ്റ്റേജ്, 2 എൻക്വയറി സ്റ്റേജ്, 3 നെഗോഷിയേഷൻ സ്റ്റേജ്, 4 എക്സ്പീരിയൻസ് സ്റ്റേജ്. അപ്പൊ ഇനി ഓരോന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കണം. ആദ്യം തന്നെ എന്താണ് സർവേ സ്റ്റേജ് ആണ് കേട്ടോ. സർവേ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സർവേയിലൂടെ ഒരു പൊട്ടൻഷ്യൽ സപ്ലയറിനെ കണ്ടെത്തുന്നു. സർവേയിലൂടെ നമ്മളൊരു പൊട്ടൻഷ്യൽ സപ്ലയറിനെ കണ്ടെത്തുന്നുണ്ട്. സർവേ എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല പല ആളുകളുമായിട്ട് സംസാരിച്ച് നമ്മുടെ കയ്യിലുള്ള പല കോണ്ടാക്റ്റുകൾ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ മറ്റുള്ള ആഡുകൾ കണ്ട് മറ്റു പല ആളുകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു സപ്ലയറിനെ നമ്മൾ കണ്ടെത്തുകയാണ്. അല്ല, അതാണ് സർവേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ച് പലരിൽ നിന്നുള്ളൊക്കെ കോണ്ടാക്ട് കിട്ടി, പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അവരിൽ നിന്നൊക്കെ കോണ്ടാക്റ്റുകളൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സപ്ലയറിനെ കണ്ടെത്തും. അതാണ് സർവേ സ്റ്റേജ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? എൻക്വയറി സ്റ്റേജ് ആണ്. എൻക്വയറി ചെയ്യുന്ന വെച്ചാൽ അന്വേഷിക്കാൻ. നമ്മൾ എന്ത് ചെയ്യാണ്? ആ സപ്ലയറിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്ന സപ്ലയർ ഉണ്ടല്ലോ, ആ സപ്ലയറിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്. എൻക്വയറി സ്റ്റേജ് ആണ്. എൻക്വയറി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സപ്ലയറുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവരിൽ നിന്നും ഇൻഫർമേഷൻസ് എൻക്വയറി ചെയ്യാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മൾ ശേഖരിക്കുകയാണ്, അവരോട് അന്വേഷിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അതാണ് ഇത് എൻക്വയറി സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗോഷിയേഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. എന്താണ് നെഗോഷിയേഷൻ സ്റ്റേജ്? നെഗോഷിയേഷൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്ന നെഗോഷിയേഷൻ അർത്ഥം എന്താണ്? ഡിസ്കഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, നെഗോഷിയേഷൻ എനിക്ക് എഴുതുമ്പോൾ ഓർക്കുക ഡിസ്കഷൻ എന്നാണ് കേട്ടോ. ചർച്ചാ സ്റ്റേജ് ആണ് അല്ലെ നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഡിസ്കസ് ദ ടേംസ് ആൻഡ് പ്രൈസസ് വിത്ത് സപ്ലയർ. നമ്മൾ സപ്ലയറുമായിട്ട് ഈ പറയുന്ന മെറ്റീരിയൽസ് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ അതിന്റെ വില വിവരങ്ങളും മറ്റും നമ്മൾ ആ സപ്ലയറുമായിട്ട് എന്ത് ചെയ്യാണ്? നെഗോഷിയേറ്റ് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എക്സെട്ര. അതായത് നമ്മൾ വാങ്ങാൻ പോകുന്ന മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ലീഡ് ടൈം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കസ് ദ ടേംസ് ആൻഡ് പ്രൈസസ് വിത്ത് സപ്ലയേഴ്സ്. സപ്ലയേഴ്സുമായിട്ട് നമ്മൾ ആ മെറ്റീരിയൽസിന്റെ എന്താ പറയാ പ്രൈസിങ്ങും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ ലീഡ് ടൈം സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യാണ്. അതാണ് ഇത് നെഗോഷിയേഷൻ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലീഡ് ടൈം. എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ? അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ലീഡ് ടൈം ലീഡ് ടൈം കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ട് വെക്കുക കേട്ടോ. ലീഡ് ടൈം ഹൈഫൺ ഇടുക. എന്താണത്? ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ. മെന്റ് എന്നുള്ളത് തെറ്റാണ്, അത് വെട്ടിയിട്ട് മെറ്റീരിയൽ ആക്കുക കേട്ടോ. കറക്റ്റ് ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലെങ്കിൽ തിരുത്തുക കേട്ടോ. ഓക്കെ, മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് മെറ്റീരിയൽ ആക്കുക കേട്ടോ. മെറ്റീരിയൽ. ഓക്കെ, അതുപോലെ ലീഡ് ടൈം കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഉണ്ട് കേട്ടോ. തിരുത്തണേ. ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞാല്? നമ്മളൊരു മെറ്റീരിയലിന് ഒരു ഓർഡർ കൊടുക്കുന്നത് തൊട്ട് ആ ഒരു മെറ്റീരിയൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ലീഡ് ടൈം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മെറ്റീരിയൽ മേടിക്കുന്നതിനുള്ള പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന സമയം തൊട്ട് ആ ഒരു മെറ്റീരിയൽ നമ്മൾ കൈപ്പറ്റുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്നത് വരെയുള്ള ആ ഒരു അതിനിടയിലുള്ള സമയം, ആ ഒരു ടൈമാണ് ലീഡ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ലീഡ് ടൈം, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി, അതുപോലെ എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആ മെറ്റീരിയൽ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഒരു പ്രൈസിങ്ങും വരും. ഓക്കെ, നമ്മൾ ഒരു പ്രൈസിങ്ങും പറയും. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സപ്ലൈസുമായിട്ട് എന്ത് ചെയ്യാണ്? നെഗോഷിയേറ്റ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ഡിസ്കസ് ചെയ്യുന്നു. അതാണ് എന്ത് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? എക്സ്പീരിയൻസ് സ്റ്റേജ് ആണ്. എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എ സപ്ലയർ. നമ്മൾ ആ ഒരു സപ്ലയറിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും അല്ലെ, അത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്കറിയാൻ പറ്റും ആ ഒരു സപ്ലയർ നല്ലതായിരുന്നോ അതോ മോശമാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാം. മെറ്റീരിയൽ നല്ലതാണോ മോശമാണോ, എങ്ങനെയുള്ള സേവനമാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. സപ്ലൈറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അതിലൂടെ പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നല്ല ക്വാളിറ്റി ഉണ്ടോ, ക്വാണ്ടിറ്റി ഉണ്ടോ, സപ്ലയർ നല്ലതാണോ, നമ്മൾ പറഞ്ഞ കുറച്ച് വിലയിൽ നമുക്ക് സമയത്ത് എത്തിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഓർ ഇവാലുവേറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് എന്ത് വെൻഡർ അല്ലെങ്കിൽ സോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. വെൻഡർ അല്ലെങ്കിൽ സോഴ്സ് സെലക്ഷൻ എന്ന് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള സപ്ലയറിനെ തിരഞ്ഞെടുക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനകത്ത് 4 സ്റ്റേജുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് സർവേ സ്റ്റേജ്, നമ്മൾ സർവേയിലൂടെ ഒരു പൊട്ടൻഷ്യൽ സപ്ലയറിനെ കണ്ടെത്തുന്നു. എൻക്വയറി സ്റ്റേജിൽ എന്താണ്, നമ്മൾ ആ സപ്ലയറിന്റെ അടുത്ത് പോകുന്നു, അവരുമായിട്ട് നമ്മൾ അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അന്വേഷിച്ച് അതിൽ നിന്ന് ശേഖരിക്കുന്നു. ഓക്കെ. നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലുകളുടെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിന്റെ ലീഡ് ടൈം, അതിന്റെ പ്രൈസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റേജ് എന്താണ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. നമ്മൾ അവരിൽ നിന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്ത പെർഫോമൻസ് ഓഫ് ദ സപ്ലയർ. ആ സപ്ലയറിന്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 സ്റ്റേജ് ആണ് പർച്ചേസിംഗ് പ്രോസസ്സിന്റെ. ഒന്നാമത്തെ സ്റ്റേജ് റെക്കഗ്നൈസിംഗ് ദ നീഡ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ ആവശ്യകത തിരിച്ചറിയാൻ. രണ്ടാമത്തത് വെൻഡർ അല്ലെങ്കിൽ സോഴ്സ് സെലക്ഷൻ. ഓക്കെ. ഇനി നമുക്ക് പറയുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഓണസ്റ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഓക്കെ. ഇനി ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏത് രീതിയിൽ വേണം അവർ പണം ചെലവഴിക്കാനായിട്ട്, എങ്ങനെ വേണം പണം ചെലവഴിക്കാനായിട്ട്? ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി. ജുഡീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വിവേകപൂർണമായിട്ട് വേണം പണം ചെലവഴിക്കാനായിട്ട്. അതായത് നമ്മളൊരു അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഡ്യൂട്ടി എന്നാണ് അല്ലെ. ഓക്കെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡ്യൂട്ടി എന്ന് പറയില്ല, അതിങ്ങനെ നമുക്ക് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി എന്നാക്കാം കേട്ടോ. ഹാവ് ഡ്യൂട്ടി എന്നാക്കണേ. ഓക്കെ. അങ്ങനെ എനിക്ക് പറയും. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി ടു സ്പെൻഡ് മണി കേട്ടോ. ഹാവ് ഡ്യൂട്ടി. ഓക്കെ. ഹാവ് ഡ്യൂട്ടി ടു സ്പെൻഡ് ദ മണി ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഓണസ്റ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി കേട്ടോ. അങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ല. അതായത് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏത് രീതിയിൽ വേണം പണം സ്പെൻഡ് ചെയ്യാനായിട്ട്? ജുഡീഷ്യസ്ലി. ജുഡീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വിവേകപൂർണമായിട്ട്. നമ്മൾ തോന്നിയ കാര്യങ്ങൾക്ക്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, പൈസ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ. അപ്പൊ വളരെ വിവേകപൂർണമായിട്ട് നമ്മൾ പണം ചെലവഴിക്കും. നമ്മളല്ല പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, നമ്മളും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെന്താണ്, ഒബ്ജക്റ്റീവ്ലി. ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, വസ്തുനിഷ്ഠമായിട്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇമോഷൻസിനെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യരുത്. അതായത് ഒരു പേഴ്സണൽ ബയസിന്റെ പുറത്തൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പണം ചെലവഴിക്കരുത്. ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞാൽ അവിടെ നിന്ന് ഇത് വാങ്ങിയിട്ട് പറയും, ഞങ്ങളുടെ നിന്ന് വാങ്ങണോട്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. ഓക്കെ. അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം, എന്റെ അഭിപ്രായത്തിന് നല്ല മെറ്റീരിയൽ അതാണ്, അങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ അധികം എന്ത് കൊടുക്കരുത്, കൺസിഡർ ചെയ്യരുത്. നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്. പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസ്, പ്രെജുഡിയസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൺസിഡർ കൊടുക്കരുത്. അങ്ങനെയുള്ള, അതായത് ഒരു പേഴ്സണൽ ബയസ് കൂടാതെ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, പണം ചെലവഴിക്കാനായിട്ട്. ഓക്കെ. പിന്നെന്താണ്, ഓണസ്റ്റ്ലി. ഓണസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും ഒരു കറക്റ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നും ഒരിക്കലും പണം ചെലവഴിക്കരുത്. ഇപ്പോഴും വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പണം ചെലവഴിക്കാം. അതുപോലെ തന്നെ ആൻഡ് ഇഫക്റ്റീവ്ലി, വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിലും പണം ചെലവഴിക്കാം. അതായത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, പൈസ അവിടെ സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ വേണം ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഏത് രീതിയിലൊക്കെയാണ്? ജുഡീഷ്യസ്ലി, വിവേകപൂർണമായിട്ട്, വസ്തുനിഷ്ഠമായിട്ട്. ദാറ്റ് മീൻസ് ഒരു പേഴ്സണൽ ബയസ് ഒന്നും കൂടാതെ വളരെ സത്യസന്ധമായിട്ട്, ദാറ്റ് മീൻസ് കറക്റ്റഡ് ആവാതെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ, ഫലപ്രദമായിട്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം പണം ചെലവഴിക്കാനായിട്ട്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ക്ലിയർ?
ഇനി നമ്മൾ കുറച്ചു നേരമായിട്ട് പറയുന്ന ഒരു വാക്കാണ് നെഗോഷിയേഷൻ, അല്ലെ? അപ്പൊ എന്താണ് നെഗോഷിയേഷൻ? ഈ പർച്ചേസിംഗിന്റെ കോണ്ടെക്സ്റ്റില് എന്താണ് നെഗോഷിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നെഗോഷിയേഷൻ ഈസ് എ two-way communication between the buyer and seller. Underline ചെയ്ത് വെക്കാം കേട്ടോ. Negotiation is a two-way communication between the buyer and seller. അല്ലെ, അതായത് ഒരു ബയർ മീൻസ് എന്താണ്? നമ്മൾ കസ്റ്റമർ ആണ് അല്ലെ. ഒരു കസ്റ്റമറിനും ഒരു സെല്ലർ എന്ന് പറയുമ്പോൾ സപ്ലയർ അല്ലെ, ആ ഒരു സപ്ലയർക്കും ഇടയിലുള്ള ഒരു two-way communication-നെയാണ് പറയുന്നത് നെഗോഷിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? two-way communication, ആർക്കിടയിലുള്ള two-way communication between the buyer and seller, അഥവാ കസ്റ്റമർ ആൻഡ് സപ്ലയർ. അങ്ങനെ പറയാം, ഒരു കസ്റ്റമറിനും ഒരു സപ്ലയർക്കും ഇടയില്, അല്ലെങ്കിൽ ഒരു ബയ്യർക്കും സെല്ലർക്കും വിൽപ്പനക്കാരനും ഇടയിലുള്ള ആ ഒരു two-way communication, ആ ഒരു ഡിസ്കഷനെയാണ് നമ്മൾ നെഗോഷിയേഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏത് കോണ്ടെക്സ്റ്റിലാണ്? പർച്ചേസിംഗ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ്. നിങ്ങൾ നെഗോഷിയേഷൻ അർത്ഥം നോക്കിയ പല മീനിങ്ങൾ കിട്ടും. ട്രാൻസാക്ഷൻ എന്നുള്ള മീനിങ് ഉണ്ട്, ഡിസ്കഷൻ എന്നുള്ള മീനിങ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പർച്ചേസിംഗ് കോണ്ടെക്സ്റ്റിൽ എന്നർത്ഥം ഡിസ്കഷൻ എന്നാണ്, അഥവാ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇനി നോക്കാം, എന്താണ് നെഗോഷിയേഷൻ എന്നതിന് വേറൊരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Negotiation is defined as a discussion on a business transaction that leading to the finalization of purchase and sale contract of goods and services. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡിസ്കഷൻ ഓൺ എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ഇടപാടിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് ഇത് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. That leading to the finalization of purchase and sale contract of goods and services. അത് ഈ പറയുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈനലൈസേഷനിലോട്ട് നയിക്കുന്ന ബിസിനസ് ഇടപാടിനെ പറ്റിയുള്ള ഒരു ചർച്ചയെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ two-way communication ആണ്. അതുകൂടാണ്ട് ഇറ്റ് ഈസ് എ ഡിസ്കഷൻ ഓൺ എ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ഇടപാടിനെ പറ്റിയുള്ള ചർച്ചയാണ്. ആർക്കിടയിലെ ബയ്യർക്കും സപ്ലയർക്കും ഇടയിലുള്ളൊരു ബിസിനസ് ചർച്ചയാണത്. ദാറ്റ് ലീഡിംഗ് ടു ദ ഫൈനലൈസേഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് സാധനങ്ങളുടെ സേവനങ്ങളുടെയും ആ ഒരു എന്താ പറയാ വാങ്ങലും വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈനലൈസേഷനിലോട്ട് നയിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? നെഗോഷിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയറിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? നെഗോഷിയേഷൻ ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹ്യൂമൻ ആക്ഷൻസ്. അതായത് നമ്മളുടെ മനുഷ്യന്റെ പെരുമാറ്റങ്ങള് എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? നെഗോഷിയേഷനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ബിസിനസ് കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ചർച്ചകൾ നടത്തുമ്പോൾ നമുക്ക് നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈൽ, നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ ചർച്ചകൾ നടത്താം. അതുപോലെ നമ്മുടെ ഇമോഷൻസുകള്, നമ്മുടെ ആറ്റിറ്റ്യൂഡുകള്, അതെല്ലാം ഈ നെഗോഷിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. മറ്റു ചില ആളുകൾ വളരെയധികം വളച്ചൊടിച്ച് ഒരുപാട് നീട്ടിപ്പരത്തി കാര്യങ്ങൾ പറയും, അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിലൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? നെഗോഷിയേഷനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കഷൻ നടത്താനായിട്ട് പറ്റും. അത് ആ ഒരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് നെഗോഷിയേഷൻ ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹ്യൂമൻ ബിഹേവിയർ. അതായത് ഹ്യൂമൻ ആക്ഷൻസ്, നമ്മുടെ സംസാര രീതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നെഗോഷിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? നെഗോഷിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. ഇനി ഒരു നല്ല നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ഒരു നല്ല നെഗോഷിയേറ്റിംഗ് ടീമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നെഗോഷിയേറ്റിംഗ് ടീം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് സപ്ലയറുമായിട്ട് ഡിസ്കസ് ചെയ്യൂ, അല്ലെ? ഓക്കെ, അതാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഒരു നല്ല നെഗോഷിയേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റിംഗ് ടീമിന്റെ സവിശേഷതകള്, ക്യാരക്ടറിസ്റ്റിക്സ്
ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റീരിയൽ. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റീരിയൽ. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു നോളജ്, നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അത് ആ ഒരു അറിവോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോകാനായിട്ട്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകാം അല്ലെ. അതായത് നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളാണ് പോകുന്നത് വിചാരിക്കുക, നമ്മളാണ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ നമ്മുടെ ഹോസ്പിറ്റലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നോളജ് ആർക്കുണ്ടാവണം, നമുക്കുണ്ടാവണം. ആ അറിവോട് കൂടിയിട്ട് വേണം നമ്മൾ സപ്ലയറുമായിട്ട് സംസാരിക്കാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റീരിയൽ. അടുത്ത പോയിന്റ് എന്താണ്, എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. എന്താണ് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, അതിപ്പോ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്നത് നല്ല എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, പിന്നെന്താണ്, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽസ്. എന്താണ് പറയുന്നത്, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽസ്. അതായത് നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇനി അവരായിട്ട് നമ്മൾ എന്താ പറയുക ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഒഫൻസീവ് ആയിട്ടും ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒഫൻസീവ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട്, അത്യാവശ്യം ബോൾഡ് ആയിട്ട്, എന്നാൽ വളരെ ലെജിബിൾ ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ടും ബ്രീഫ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതാണ് ഒഫൻസീവ് എന്നുള്ള രീതിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം, ലെജിബിൾ ആയിട്ട്, ക്ലിയർ ആയിട്ട്, വളരെ പരമാവധി ബ്രീഫ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സംസാരിക്കാം. ആ ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കണം. ഒപ്പം ഡിഫെൻസീവ് സ്റ്റൈൽ ഉണ്ടായിരിക്കണം. ഡിഫെൻസ് ചെയ്യാന്ന് വെച്ചാൽ പ്രതിരോധിക്കാം. അതായത് ഇപ്പൊ നമുക്കെതിരെ വരുന്ന എന്തെങ്കിലും ഇപ്പൊ സപ്ലയറുടെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത്, ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്നും പല കമന്റ്സുകൾ വരാലോ. അപ്പൊ ഈ എതിരെ വരുന്ന വിമർശനങ്ങളെ നമ്മൾ ഒന്ന് ഷീൽഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഡിഫെൻസ് ചെയ്യുന്ന രീതിയിൽ, പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. നമ്മൾ കാര്യങ്ങൾ ബോൾഡായിട്ട് പറയും വേണം, നമുക്കെതിരെ വരുന്ന വിമർശനങ്ങൾ ജസ്റ്റ് ഒന്ന് ഷീൽഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവരുമായിട്ട് ഡിസ്കഷനിൽ ഏർപ്പെടാൻ. ഓക്കെ, ക്ലിയർ ആയോ? അവനൊരു സ്കില്ലും കൂടെ വേണം കേട്ടോ. പിന്നെന്താണ്, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, അതായത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ റാപ്പിഡ് ആയിട്ട് അല്ലെ, വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും, വളരെ റാപ്പിഡ് ആയിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാനും ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മളിപ്പോ കാര്യങ്ങൾ പറഞ്ഞ് ട്യൂബ്ലൈറ്റുകൾ കത്തരുത്, അതിന് പകരം പെട്ടെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവണം, പെട്ടെന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. ആ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർപേഴ്സണൽ സ്കില്ല് അതായത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ, അവരുമായിട്ട് നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തികളുമായിട്ട് അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അവർക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാനായിട്ട്, നല്ലൊരു റാപ്പോർട്ട് ബിൽഡപ്പ് ചെയ്യാൻ സ്കില്ല് ഒരു നല്ല നെഗോഷിയേറ്ററിന് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, നോളജ് അബൌട്ട് ദ ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. അതുപോലെ തന്നെ നമ്മൾ ഈ കോൺട്രാക്റ്റുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടുമല്ലോ. പകരം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെടും. അപ്പൊ ഈ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള്, കോൺട്രാക്ടിങ് എഗ്രിമെന്റുകള്, അക്കൗണ്ടിങ്, പ്രൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള നോളജ്, കൃത്യമായിട്ടുള്ള അറിവ് ഒരു നല്ല നെഗോഷിയേറ്റർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ലോജിക്കൽ തിങ്കർ. അതായത് നമ്മൾ കാര്യങ്ങള് വളരെ ലോജിക് ആയിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാണ്. നമ്മളിപ്പോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം, അതിന്റെ ലോജിക്കലായിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്,
ഗുഡ് ലിസണർ, നല്ലൊരു കേൾവിക്കാരനായിരിക്കണം. നെഗോഷിയേറ്റർ അല്ലെ, നല്ല ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം അല്ലെ, നല്ല കേൾവിക്കാരനായിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അവര് പറയുന്നത് കൂടെ കേൾക്കാനുള്ള ഒരു സ്കിൽ എന്നല്ല, അങ്ങനെ ഒരു കപ്പാസിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. ഗുഡ് ലിസണർ ആയിരിക്കണം. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ പറയണമെന്ന് എനിക്ക് കേൾക്കണ്ട, ആ രീതിയിലല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറയണം, പറയാനുള്ളത് നമ്മൾ കേൾക്കണം അല്ലെ. നല്ലൊരു ലിസണർ ആയിരിക്കണം. പിന്നെ എന്താണ്, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശുഭാപ്തി വിശ്വാസം അല്ലെ. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പെരുമാറുന്ന വെച്ചാൽ എന്താ, ഒരു എന്താ പറയാ, കാര്യങ്ങളെല്ലാം നല്ല പോസിറ്റീവായിട്ട് അല്ലെ, വളരെ എന്താ പറയാ, നല്ല പ്രതീക്ഷയോടുകൂടി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിവ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവ് അങ്ങനെ ചിന്തിക്കരുത്. എന്ത് തന്നെയാണ് നമ്മുടെ ഡിസ്കഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്മളെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് കാണാനായിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സെൻസിൽ കാണാൻ കഴിവ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലെ, അത്യാവശ്യം ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കണം അല്ലെ. ഇതിന് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം എന്താണ്, അതായത് നമ്മൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ എന്താണ് സ്കില്ലുകൾ നമ്മൾ പഠിച്ചില്ലേ, ക്വാളിറ്റീസ് പഠിച്ചില്ല. അല്ലെങ്കിൽ പറയുന്നത് നിഷ്പക്ഷമായിട്ട് ഓക്കെ കറക്റ്റ് ആണ്. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലെ, നമ്മളൊരു കുറച്ച് നർമ്മബോധത്തോട് കൂടിയിട്ട് അല്ലെ, വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഇഷ്യൂസിനെയൊക്കെ എന്താണ് വളരെ നിഷ്പക്ഷമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു നല്ല നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ഒരു നല്ല നെഗോഷിയേറ്റിംഗ് ടീമിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ. ഇതൊക്കെയാണ്. ഇതൊക്കെ വേണം, മെറ്റീരിയലിനെ പറ്റി അത്യാവശ്യം നല്ല നോളജ് വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, വളരെ ക്ലിയർ ആയിട്ടുള്ള റാപ്പിഡ് തിങ്കർ ആയിരിക്കണം, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉള്ള ആളായിരിക്കണം, കോൺട്രാക്ടുകളെ പറ്റി, എഗ്രിമെന്റ്, പർച്ചേസിംഗ്, അതുപോലെ കമ്പനിയെ പറ്റി അറിവുണ്ടായിരിക്കണം, ലോജിക്കൽ തിങ്കർ ആയിരിക്കണം, അതൊരു ലിസണർ ആയിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, അത്യാവശ്യം സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ നെഗോഷിയേഷൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മൾ എന്തിനാ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആളുകളുമായിട്ട് സപ്ലൈസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യമുണ്ടോ, അതോ നമ്മൾ വെറുതെ അവിടെ പോയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് പോകാൻ മതിയോ, അതിന്റെ ആവശ്യമുള്ളൂ, അതോ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ, നെഗോഷിയേഷൻ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ അതിന്റെ എയിംസ് എന്തൊക്കെയാണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. ഇതാണ് ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. ഒന്ന്, നമ്മളുടെ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങള് അതുപോലെ തന്നെ ലക്ഷ്യങ്ങള് സംരക്ഷിക്കുന്നതിന്. നമ്മുടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ വാങ്ങാൻ പോവുകയാണ്, നമ്മൾ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ വാങ്ങാൻ പോകുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ താല്പര്യങ്ങള് അവരുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം അല്ലെ. നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്ഥാപിച്ചു, അതൊരു ഉപകാരമില്ലാത്തൊരു മെറ്റീരിയൽ ആയിപ്പോയി, ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായി, നമുക്ക് കുറെ പൈസ നഷ്ടപ്പെടുന്നു. ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുന്നു അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് നമ്മുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജിയസ് പൊസിഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനം ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലല്ല എന്ന് ഉറപ്പിക്കുന്നതിനും നമുക്ക് എന്താവശ്യമാണ്, നെഗോഷിയേഷൻ ആവശ്യമാണ്. ഓക്കെ, അതായത് സ്ഥാപനം പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല എന്ന് ഉറപ്പാക്കുന്നതിനും എന്താവശ്യമാണ്, നെഗോഷിയേഷൻ ആവശ്യമാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ടു എൻഷുവർ that the organization gets all benefits which can easily and comparatively come to its normal circumstances. അതായത് ഒരു സാധാരണ സാഹചര്യത്തിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്ഥാപനത്തിന് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. ഇതാണ് ഉദ്ദേശിച്ചത്. അതായത് വേറെ ഒന്നുമല്ല, എല്ലാ നോർമൽ സാഹചര്യങ്ങളിൽ അതായത് സാധാരണ സാഹചര്യങ്ങളിൽ തന്നെ ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും
നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്ത് വേണം? നെഗോഷിയേഷന്റെ ഒരു ലക്ഷ്യമായിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഒന്ന്, നമ്മൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാനായിട്ട്. ഓക്കെ, രണ്ടാമത്തത് ആ ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല, മോശം അവസ്ഥയിലല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഓർഗനൈസേഷന് സാധാരണ സാഹചര്യങ്ങളിൽ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈസി ആയിട്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന്. പിന്നെ പറയുന്നത് എന്താണ്? To see that the distant future of the organization is not bargained for the present. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ആ ഒരു ഭാവിയെ പറ്റിയിട്ടുള്ള വ്യാകുലതകൾ ഒഴിവാക്കാനായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് വാങ്ങാൻ പോവാണ്, സപ്ലൈറിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പോവാണ്. അപ്പൊ അവര് തമ്മിൽ എന്ത് വേണം? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതായത് ഈ പറയുന്ന സപ്ലയർക്ക് തോന്നണം നല്ലൊരു സ്ഥാപനത്തിനാണ്, അല്ലെങ്കിൽ ആ ഒരു അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ നീഡ്സ് അവരുടെ റിക്വയർമെന്റിന് അനുസരിച്ച് കൊണ്ട് വേണം സപ്ലയർ മെറ്റീരിയൽസ് കൊടുക്കാൻ. ഇനി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പോ ഹോസ്പിറ്റൽ റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് സപ്ലയറിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതാണ് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഭാവിയിലുള്ള എന്താ പറയാ ഭാവിയെ പറ്റിയിട്ട് ആ ഓർഗനൈസേഷൻ മോശമാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ, അങ്ങനെ ഭാവിയെ പറ്റിയിട്ടുള്ള വ്യാകുലതകൾ ഒഴിവാക്കുന്നതിനും നമുക്ക് എന്ത് ആവശ്യമാണ്? നെഗോഷിയേഷൻ ആവശ്യമാണ്. പക്ഷെ പരസ്പരം കാര്യങ്ങൾ എന്ത് വേണം? ക്ലിയർ ആവണം. പരസ്പരം സപ്ലയർ ആണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും, നമ്മളാണെങ്കിൽ ബയ്യർ ആണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് ക്ലിയർ ചെയ്യണം. അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാല് ensure that the terms and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. അതുകൂടാതെ നമ്മള് അപ്പാരന്റ് ടേംസ് എന്ന് വെച്ചാൽ നമ്മള് കാര്യങ്ങളെല്ലാം തന്നെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വ്യക്തമായിട്ട് അവരുമായിട്ട് തുറന്നു പറയുന്നതിലൂടെ കാര്യങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്യുക. ഓക്കെ, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻ, നമ്മളിപ്പോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അവര് നമുക്കത് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസിനൊക്കെ നമ്മൾ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം? സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല വിധത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചില എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവർക്ക് അവരുടെ ഡിമാൻഡ്സ് പറയാം, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാം, നമ്മൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാം. അങ്ങനെ പരസ്പരം നമ്മൾ സംസാരിച്ച് ഒരു സെറ്റിൽമെന്റിൽ എത്തുന്നതോടുകൂടി അല്ലെ, ആ സെറ്റിൽമെന്റിൽ എത്തണമെങ്കിൽ എന്ത് വേണം? രണ്ടു കൂട്ടരും തുറന്ന് സംസാരിക്കണം. അല്ലെ, അപ്പാരന്റ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിൽ ചെയ്യുന്നതോടുകൂടി നമുക്ക് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകള് അല്ലെങ്കിൽ നമുക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ആർ ദ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാൻ ഓഫ് ബിറ്റർനെസ് എന്ന് വെച്ചാൽ കൈപ്പേറിയ അനുഭവങ്ങൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബിറ്റർനെസ് എന്ന് വെച്ചാൽ കൈപ്പേറിയ അനുഭവം എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തത് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രങ്ങളാണ്, പ്ലാനുകളാണ് കേട്ടോ. ദാറ്റ് മീൻസ് പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം ആണ് കേട്ടോ. അതായത് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്ലാനുകള്. അപ്പൊ അത്തരത്തില് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ആണ് ദ വൈറ്റൽ പാർട്സ് ഓഫ് നെഗോഷിയേഷൻ. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാനുകള്, തന്ത്രങ്ങള് അതെല്ലാം തന്നെ രൂപപ്പെടുത്തുന്നത് നെഗോഷിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നെഗോഷിയേഷനിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്? നല്ല നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയാണ് അല്ലെ, പ്ലാനുകൾ തയ്യാറാക്കി എടുക്കുക എന്ന് പറയുന്നതും നെഗോഷിയേഷന്റെ ഒരു ഭാഗമാണ് ശരിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയുമാണ് നെഗോഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ. ഇതൊക്കെയാണ് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്?
ഒന്ന് സ്ഥാപനത്തിന്റെ താല്പര്യങ്ങള് അതുപോലെ തന്നെ ലക്ഷ്യങ്ങള് സംരക്ഷിക്കാൻ, അതുപോലെ സ്ഥാപനം ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലല്ല എന്ന് ഉറപ്പുവരുത്താൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷന് സാധാരണ സാഹചര്യത്തിൽ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിന്റെ ഭാവിയെ പറ്റിയിട്ടുള്ള വ്യാകുലതകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസുകളൊക്കെ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന തെറ്റിദ്ധാരണകള് അല്ലെങ്കിൽ നമുക്കൊരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറയുന്ന ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നതിനും നെഗോഷിയേഷന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ വാങ്ങാൻ പോകുന്ന ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ പോകുന്ന ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പോകുന്നു. സപ്ലയർക്ക് അവരുടേതായ സപ്ലയർ അല്ലെങ്കിൽ സപ്ലയറുടെ കമ്പനിക്ക് അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ചില ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് രണ്ടു കൂട്ടരും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു നല്ല നെഗോഷിയേഷനിലൂടെ മാത്രമാണ് നമുക്കത് പരസ്പരം ഷെയർ ചെയ്ത് സംസാരിച്ച് മോശമായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് പിന്നീട് മെറ്റീരിയൽ വാങ്ങി അല്ലെങ്കിൽ അതിന് വല്ല മോശം സംഭവിച്ചു അതിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ട് വരുന്നതിനേക്കാളും നല്ലത് നമ്മൾ വിലയെ പറ്റിയാണെങ്കിലും ക്വാണ്ടിറ്റിയെ പറ്റിയാണെങ്കിലും ക്വാളിറ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഏത് ടൈമിനെ പറ്റിയിട്ടാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കണം. സപ്ലയറും കയ്യിലും തമ്മിൽ പരസ്പരം സംസാരിക്കണം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അതായത് രണ്ടു കൂട്ടർക്കും പരസ്പരം ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. രണ്ടു കൂട്ടർക്കും പരസ്പരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി നോക്കട്ടാ, നെഗോഷിയേഷൻ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് ഓഫ് ദ പർച്ചേസ് മാനേജർ. ഈ നെഗോഷിയേറ്റിംഗ് എന്ന് പറഞ്ഞ നെഗോഷിയേഷൻ കമ്മിറ്റി ഉണ്ട്, അതിനകത്ത് ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ഓഫ് ദ പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജർ ഉണ്ടായിരിക്കും, ഫിനാൻസ് മാനേജർ, particular person from the user department. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണോ ആവശ്യം വെച്ചാൽ അവർ പോയി ആരോട് പറയും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം, മെറ്റീരിയൽ സപ്ലയറിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോകും. അങ്ങനെയല്ലേ? അപ്പൊ എന്താണ്, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്, ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, അവിടുത്തെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ, അതായത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഈ പറയുന്ന റെപ്രസെന്റേറ്റീവ്സും ഇതിൽ അംഗങ്ങളാണ് നെഗോഷിയേഷൻ കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നെഗോഷിയേഷൻ കമ്മിറ്റിക്കകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? പർച്ചേസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, അതുപോലെ പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതായത് ഈ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ആളുകളും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെഗോഷിയേഷൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ കേട്ടോ. അടുത്തുണ്ടാവില്ലേ നെഗോഷിയേഷൻ? എല്ലായിടത്തും നോക്കുന്ന ഈ സംഭവം അല്ലെ. ഓക്കെ, പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. ഇനി നെഗോഷിയേഷന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ നേരത്തെ പർച്ചേസിംഗ് പ്രോസസ്സ് പഠിച്ചില്ലേ? എന്നതുപോലെ നെഗോഷിയേഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് അതിനകത്ത് 3 ഫേസുകളാണ് വരുന്നത് കേട്ടോ. 3 phases ആണ് വരുന്നത്. നെഗോഷിയേഷൻ പ്രോസസ്സിന് 3 ഫേസുകളാണുള്ളത്. ഏതൊക്കെയാണ് 3 ഫേസുകൾ? ഫസ്റ്റ് വൺ പ്രീ നെഗോഷിയേഷൻ ഫേസ്. ഓക്കെ, സെക്കൻഡ് വൺ മീറ്റിംഗ് ഫേസ്, തേർഡ് വൺ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. കിട്ടിയോ? അപ്പൊ നെഗോഷിയേഷന്റെ 3 ഫേസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രീ നെഗോഷിയേഷൻ ഫേസ്, സെക്കൻഡ് വൺ മീറ്റിംഗ് ഫേസ്, തേർഡ് വൺ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയും. ഇനി ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പ്രീ നെഗോഷിയേഷൻ ഫേസ്. ആ പേരിൽ തന്നെ പ്രീ എന്ന് പറയുന്നത് എന്താ? ബിഫോർ എന്നുള്ള അർത്ഥം അല്ലേ. അപ്പൊ പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഒരു ആക്ച്വൽ നെഗോഷിയേഷന് മുമ്പായിട്ട് നമ്മൾ നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്.
അതായത് നമ്മളൊരു സപ്ലൈന്റെ അടുത്ത് പോയി നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് ആക്ച്വൽ നെഗോഷിയേഷന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന ചില തയ്യാറെടുപ്പുകളുണ്ട് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, നിങ്ങളൊരു ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ആ ആക്ച്വൽ നെഗോഷിയേഷന് മുമ്പായിട്ട് നിങ്ങൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ തയ്യാറെടുക്കും, അതാണ് ഇതിനകത്ത് വരുന്നത്, പ്രീ നെഗോഷിയേഷൻ ഫേസിനകത്ത് വരുന്നത്. ഓക്കെ, അതിന് തന്നെ 5 സ്റ്റെപ്സുകളുണ്ട് കേട്ടോ. 10 സ്റ്റെപ്സ് ഉണ്ട്, 5 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ 5 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. ദാറ്റ് മീൻസ് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്, ഗ്യാദർ ദ കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ ഓഫ് ദ സബ്ജക്ട് ഓഫ് നെഗോഷിയേഷൻ. അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ, ഓക്കെ, ആ ഒരു മെറ്റീരിയലിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നെഗോഷിയേഷന് പോയിട്ടില്ല, അതിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പുകളാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളാണ് ബയർ അല്ലെ, നമ്മളാണ് ഹോസ്പിറ്റൽ റെപ്രസെന്റേറ്റീവ്, നമ്മളാണ് മെറ്റീരിയൽ വാങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, gather the correct information about the material. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കറക്റ്റ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് നമ്മൾ ഒരു എക്യുപ്മെന്റ് വാങ്ങാൻ പോകുന്നു അല്ലെ, ആ ഒരു എക്യുപ്മെന്റിന് നമ്മുടെ ഹോസ്പിറ്റലിന് എത്രത്തോളം ആവശ്യകതയുണ്ട്, അതിന് എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് നമ്മൾ ഉദ്ദേശിച്ചത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം, പിന്നെ അതിന്റെ പ്രൈസിങ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ശേഖരിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സപ്ലൈസിൽ നിന്നും എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യാം, ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാം. അതുപോലെ ആ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് സപ്ലൈസ് ഉണ്ടായിരിക്കും അല്ലെ, ആ സപ്ലൈസിൽ നിന്നൊക്കെ നമ്മൾ അവരിൽ ബ്രോഷർ, പ്രൈസിംഗ് ലിസ്റ്റുകൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റിന് പല പല സപ്ലൈസ് എത്രയൊക്കെ വിലയ്ക്ക് നമുക്ക് തരും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്, അല്ല അതുപോലെ എന്തൊക്കെ ഫീച്ചേഴ്സുകളുള്ള മെറ്റീരിയൽ ആണ് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കറക്റ്റ്, ദാറ്റ് മീൻസ് ഗ്യാദർ കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ, മെറ്റീരിയലിനെ പറ്റിയിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാം. അതിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരും കേട്ടോ. നമ്മൾ ആ മെറ്റീരിയലിന് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്രത്തോളം ആവശ്യകതയുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന പല പല സപ്ലൈസിൽ നമ്മൾ അവരുടെ ബ്രോഷറൊക്കെ കളക്ട് ചെയ്യാം, അവരുടെയൊക്കെ പ്രൈസിംഗ് ലിസ്റ്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. അതർ ടെൻഡേഴ്സ് എന്ന് വെച്ചാൽ അതർ സപ്ലൈയേഴ്സ്. ആ ഒരു മെറ്റീരിയൽ, ആ ഒരു എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്ന, ആ ഒരു എക്യുപ്മെന്റ് തരാനായിട്ട് ഒരുപാട് സപ്ലൈസ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ മറ്റുള്ള സപ്ലൈസിൽ നിന്നുള്ള വിവരങ്ങൾ എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, വിശകലനം ചെയ്യുക. അതാണ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റുള്ള ഈ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സപ്ലൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, വിവരങ്ങൾ ശേഖരിക്കും. ശേഖരിച്ചിട്ട് നമ്മൾ ആ വിവരങ്ങൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വിവരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം അല്ലെ, വിശകലനം ചെയ്യണം. അടുത്തത് എന്താണ്, അപ്പൊ വിശകലനം ചെയ്യുമ്പോ ഒരു കാര്യം, ആ വിശകലനം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ, നമുക്ക് ആ സപ്ലൈസിന്റെ കമ്പനിയിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ നോക്കാം, നമുക്ക് കയറി നോക്കാം, വെബ്സൈറ്റിലൊക്കെ കയറി നോക്കാൻ പറ്റും. അതുപോലെ അവരുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ആ എത്രത്തോളം നല്ല സപ്ലയർ ആണെന്നൊക്കെ അറിയാനായിട്ട് അവരുടെ വെബ്സൈറ്റ് നമുക്ക് കയറി പരിശോധിക്കല്ല, അതിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാം. അവരുടെ മാർക്കറ്റ് റെപ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. That means how much maximum we can go. Objectives defined എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നെഗോഷിയേഷൻ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ നെഗോഷിയേഷൻ ഗോൾസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാണ്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോയിട്ടില്ല, പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നെഗോഷിയേഷൻ ഗോൾസുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാം, നമ്മൾ തീരുമാനിക്കാം. എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എത്ര രൂപ വരെ പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ കൂട്ടി തന്നെ നിശ്ചയിക്കാം. നെഗോഷിയേഷന് മുമ്പായിട്ട് തന്നെ നമ്മൾ നടത്തേണ്ട തയ്യാറെടുപ്പുകളാണ്. അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് വാങ്ങാൻ പോവുകയാണ്,
അപ്പൊ ആ ഒരു എക്യുപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എത്ര രൂപ വരെ നമ്മൾ ചെലവാക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എത്ര രൂപ വരെ നമ്മൾ എടുക്കാൻ പേ ചെയ്യാനായിട്ട് വില്ലിങ്ങാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. ഓക്കെ, ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ, നമുക്ക് മാക്സിമം എത്ര രൂപ വരെ മുടക്കാൻ പറ്റും, നമ്മൾ പേ ചെയ്യാൻ തയ്യാറാണ് എന്നത് നമ്മൾ മുൻപിൽ തന്നെ എന്ത് നിശ്ചയിച്ച് വെക്കുക. അതിനുശേഷം എന്താണ്, ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ മെനയുക. തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഏത് രീതിയിൽ ഏത് രീതിയിൽ നമ്മൾ ആ സപ്ലയറിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെ, എങ്ങനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സമീപനം, ഒരു തന്ത്രം നമ്മൾ എന്ത് ചെയ്തെടുക്കാം, പ്ലാൻ ചെയ്തെടുക്കാം. അതായത് ഏത് രീതിയിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനുകൾ നമ്മൾ ആ ഒരു സമീപനം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അഞ്ചാമത്തെ എന്താണ്, പ്രിലിമിനറി ടാക്ടിക്സ്. പ്രിലിമിനറി ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എങ്ങനെ ആ ഒരു നെഗോഷിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, സപ്ലൈന്റെ അടുത്ത് പോയിട്ട് നമ്മൾ എങ്ങനെ നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കണം, ഇനി അവർ തരുന്ന ഇനീഷ്യൽ ഓഫറിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, തയ്യാറെടുക്കുക. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? ഇത്രയും വരുന്നത് പ്രീ നെഗോഷിയേഷൻ ഫേസിനകത്താണ്. അതായത് എച്ച് നെഗോഷിയേഷന് മുൻപായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ നടത്തുന്ന ചില തയ്യാറെടുപ്പുകളാണ്. അതിനകത്ത് ഒന്ന് എന്താ ചെയ്യുന്നത്, ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് മെറ്റീരിയൽ, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാണ്, ശേഖരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആ മെറ്റീരിയൽ നമുക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത ഒരുപാട് സപ്ലൈസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നൊക്കെ ബ്രോഷറും പ്രൈസിംഗ് ലിസ്റ്റും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സപ്ലൈനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലെ. രണ്ടാമത്തത് അനാലിസിസ് ആണ്. നമ്മൾ ഈ ശേഖരിച്ചു വെച്ചിരുന്ന സപ്ലയറിന്റെ വിവരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യാം. വിശകലനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സെലക്ട് ചെയ്യാണ് ശരിക്കും. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ ഏകദേശം മുടക്കാൻ ഉദ്ദേശിക്കുന്ന വിലയില് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര ക്വാളിറ്റിയില് ആരായിരിക്കും ഈ ഒരു മെറ്റീരിയൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഓക്കെ, ദെൻ നമ്മൾ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ, നമ്മുടെ നെഗോഷിയേഷൻ കോഴ്സുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതായത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും, അല്ലെ. അതായത് ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എത്ര രൂപ വരെ മുടക്കാൻ തയ്യാറാണ്, നമ്മൾ എത്ര രൂപ വരെ മാക്സിമം പേ ചെയ്യാൻ വില്ലിങ്ങാണ് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു. ദെൻ ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജി, തന്ത്രങ്ങൾ മെനയിലാണ്. ഇനി നമ്മൾ എന്താണ്, സപ്ലയറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ ഇപ്പോഴേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെന്താണ്, പ്രിലിമിനറി ടാക്ടിക്സ്, നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ നെഗോഷിയേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവരോട് ചോദിക്കണം, ഇനി അവര് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതൊക്കെ നമ്മൾ തയ്യാറാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്, പ്രീ നെഗോഷിയേഷൻ ഫേസിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ബാക്കി രണ്ട് ഫേസും കൂടെ നമുക്ക് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ലോക്കൽ പർച്ചേസ് എന്ന് പറയാം. എന്താണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയും സാർ. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും വാങ്ങാം, അതാണ് ലോക്കൽ പർച്ചേസ്. അതായത് നമ്മൾ ദൂരെയുള്ള സപ്ലയേഴ്സിൽ നിന്നും വാങ്ങാണ്ട് നമ്മുടെ ലോക്കലി ഉള്ള സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഇല്ലേ, അവരിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങാം, അതാണ് ലോക്കൽ പർച്ചേസ്. ഓക്കെ, ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.